നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. 7ാം ഭാവത്തിലെ ശനിയെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നവർക്ക് പൊതുവെ വിവാഹത്തിലെ കാലതാമസം, പക്വതയുള്ള പങ്കാളി, ഉത്തരവാദിത്തങ്ങൾ ഉള്ള ജീവിതം, കടമകൾ ചെയ്തു തീർക്കാനുള്ള പ്രാരാബ്ധം എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിൽ ശനിയോടൊപ്പം ചില ഗ്രഹങ്ങൾ നിന്നാൽ, ഇതൊരു കടപ്പാടിൻ്റെ ഗ്രഹമായതുകൊണ്ട് തന്നെ സാറ്റേണിനോടൊപ്പം വിവിധ ഗ്രഹങ്ങൾ നിൽക്കുകയും 7ാം ഭാവാധിപൻ, കാരകനായ ശുക്രൻ എന്നിവർ 6, 8, 12 പോവുകയും ചെയ്യുന്നവർക്ക് വൈവാഹിക ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ആ സാധ്യതകളെ ജ്യോതിഷ ജിജ്ഞാസുക്കളായിട്ടുള്ള നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഗ്രഹങ്ങളുടെ യോഗത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ ധാരാളം അറിവുകളുണ്ട്. യുതി അല്ലെങ്കിൽ യോഗം അല്ലെ കൺജങ്ഷൻ എന്നൊക്കെ പറയും. വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് പുസ്തകങ്ങളിൽ സാറ്റേൺ എന്ന് പറയുന്ന പ്ലാനറ്റിനോടൊപ്പം, ശനി എന്ന് പറയുന്ന ഗ്രഹത്തോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ യോഗത്തെ പറ്റിയുള്ള പഠനങ്ങൾ അനവധി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊരുത്തം നോക്കിയിട്ടും, ഞങ്ങൾ പൊരുത്തമൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നവരും, ഞങ്ങൾ പൊരുത്തം നോക്കാതെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നവരും ഒക്കെ വിവാഹ യോഗം, വിവാഹം നടക്കാനൊരു യോഗം, ദാമ്പത്യ ജീവിതം ഭംഗിയായിട്ട് പോകാനൊരു യോഗം, ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരു പരിധി വരെയല്ല, നമ്മളുടെ നിലവാരം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ അറിവിൻ്റെ ലെവൽ മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ജ്ഞാനം വളരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ വിവിധ ഗ്രഹങ്ങൾ ശനിയോടൊപ്പം 7ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സൂര്യചന്ദ്രന്മാരുടേത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ബുധൻ 7ാം ഭാവത്തിൽ ശനിയോടൊപ്പം യോഗം ചെയ്താൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. 7ൽ നിൽക്കുന്നവൻ ഒന്നാമത്തെ ആൾ, 7ാം ഭാവാധിപൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് രണ്ടാമത്തത്, 7ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ഗ്രഹം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. 7ൽ എന്ന് പറയുമ്പോൾ 7ൽ നിൽക്കുന്നവനും നോക്കുന്നവനുമൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം ഈ യുതി എന്ന് പറയുമ്പോൾ മറ്റൊരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ടുള്ള അവരുടെ യോഗവും കൂടി നിങ്ങൾ പരിഗണിച്ചു കൊള്ളുക, യുക്തിയോടുകൂടി പരിഗണിച്ചു കൊള്ളുക. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഴാം ഭാവത്തിൽ ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അംഗാരകൻ കഴിഞ്ഞു. നമ്മളിന്ന് ബുധനെയും കൂടെ പഠിക്കാം. അപ്പം അംഗാരകനാണ് നമ്മളിന്ന് നോക്കുന്നത്. 7ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും കൂടെ യോഗം ചെയ്താൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. അഗ്നിമാരുതം എന്ന് പറയുന്ന യോഗമാണത്. സാറ്റേൺ പ്ലസ് മാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുകാരകനായിരിക്കുന്ന ശനിയും അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയും കൂടെ ഒരുമിച്ച് യോഗം ചെയ്യുമ്പം ഇതൊരു സംഘർഷഭരിതമായിട്ടുള്ള യോഗമാണ്, വിസ്ഫോടന യോഗമാണ്. ക്ഷമയുടെ അല്ലെങ്കിൽ മടിയുടെ ഗ്രഹമായിരിക്കുന്ന ശനിയും എടുത്തുചാട്ടക്കാരനായ ചൊവ്വയും കൂടി ചേർന്ന് വരുമ്പം വ്യക്തിയിൽ ആ മടിയും കാര്യഗൗരവത്തിലെ ഡിലേയിങ്ങും അതോടൊപ്പം തന്നെ ദേഷ്യവും ഫ്രസ്ട്രേഷൻസും ഉണ്ടാകും, അവരിൽ തന്നെ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മുടെ ഉള്ളിലെ എന്തൊക്കെയോ കാർമിക് ഡെപ്റ്റുകളുടെ റിഫ്ലക്ഷനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്.
പലപ്പോഴും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളുടെയും ആ കർമ്മം റിലീസായി ക്ലെൻസായി മുന്നോട്ട് പോകുമ്പം ചിന്തിച്ചിട്ടുണ്ട്, പലതും എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്. കാരണം അതേ കുഴപ്പങ്ങൾ തന്നെ വീണ്ടും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെ, ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദാമ്പത്യത്തിൽ വഴക്കുകൾ പതിവാകും എന്നുള്ളതാണ്. അഗ്നിമാരുതി യോഗം ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും. എപ്പോഴും സ്ഫോടനം ഉണ്ടാവും വീടിനുള്ളിൽ. പങ്കാളി വളരെ കഠിനാധ്വാനിയായിരിക്കാം, അല്ലെ നിങ്ങൾ നല്ല കഠിനാധ്വാനിയായിരിക്കാം, പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ആളായിരിക്കും. ചിലപ്പോൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾക്കൊക്കെ സാധ്യതകൾ വരികയും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു പങ്കാളി ആവുകയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കോംപ്ലക്സോ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവും, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദങ്ങൾ വരാം, അല്ലെങ്കിൽ ഒരു ചേർച്ചക്കുറവിന് ഒരു കാരണവുമില്ലാതെ മിണ്ടിയാൽ വഴക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പം നമുക്കതിൻ്റെ കാർമിക് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം. മുൻജന്മത്തിലെ ശത്രുതയോ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാതെ പോയ കോപം കൊണ്ടുണ്ടായിപ്പോയ, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായിപ്പോയ, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ശ്രദ്ധക്കുറവും കോപം കൊണ്ടും പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ കർമ്മത്തിൻ്റെ വാക്കിപത്രമായതിനാൽ ഈ ജന്മം മുമ്പേ പറഞ്ഞ പോലെ 10ൽ 10 പൊരുത്തമുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം വരും. പക്ഷേ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ജീവിതം, അതായത് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ജീവിതം മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. എനിക്കൊരു കുഴപ്പമുണ്ട്, ഇപ്പം എനിക്കൊരു ചെവി കേൾവിക്കുറവാണെങ്കിൽ ആ കേൾവിക്കുറവ് ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ അതിന് വേണ്ട ടൂളുകൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേക്കുമായ ആ കേൾവിക്കുറവെന്ന് പറയുന്ന പ്രശ്നം എന്നിൽ നിന്ന് മാറില്ല. പക്ഷേ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായി പിന്നീട് പൊരുത്തപ്പെടുകയും ചെയ്യും. അതാണ് വേണ്ടത്. അപ്പം ഇത്രയുമാണ് എനിക്ക് സാറ്റേൺ ചൊവ്വയുടെ, അതൊരു നല്ല യോഗം അല്ല കേട്ടോ. ഒരുപാട് ഗ്രഹനിലകളിൽ, ഡിവോഴ്സായിട്ടുള്ള ഒരുപാട് ഗ്രഹനിലകളിൽ ശനി കുജബന്ധം വന്നിട്ട് 7ാം ഭാവാധിപൻ 6-8-12 പോയപ്പോൾ തന്നെ, പ്രത്യേകിച്ച് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ നക്ഷത്രത്തിലൊക്കെ നിന്നാൽ രാഹുകേതുക്കളുടെ അപഹാരം വരുന്ന സമയത്ത് തന്നെ ബ്രേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗ്രഹനിലകൾ കയ്യിൽ കിട്ടുമ്പോൾ. അടുത്തത് നമ്മളിന്ന് പറഞ്ഞ പോലെ മെർക്കുറിയാണ്, ബുധനാണ്, ബുധൻ ശനി യോഗം. ഇതെനിക്ക് പലയിടത്തും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മടിയെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിതം ഭംഗിയാക്കാം എന്നുള്ളതാണ്. പാർട്ട്ണർ നല്ല അധ്വാനിയൊക്കെ ആയിരിക്കും, അവരൊരുപാട് സാക്രിഫൈസും ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്താൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഒന്നി നിങ്ങളോ അല്ല നിങ്ങളുടെ പാർട്ട്ണറോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബുധൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ പോകുന്ന ആളുമാണ്. ശനി എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ ആളും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പം ആ ബന്ധം മുറിയാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് വളർത്തിയെടുക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷേ അവരൊരുമിച്ച് വിജയിപ്പിച്ചെടുക്കാനുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തും. പങ്കാളി വളരെ ബുദ്ധിയുള്ള ആളായിരിക്കും, പ്രായോഗികമായി ചിന്തിക്കുന്നവരായിരിക്കും എന്നുള്ളത്. പ്രായോഗിക ബുദ്ധി, കോമൺ സെൻസ് ഉള്ളവരായിരിക്കാം, അല്ല ലോജിക്കലാവാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലെ ലോജിക്സ് ആണല്ലോ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പ്രണയത്തേക്കാൾ ഉപരിയായി യുക്തിയും ആശയവിനിമയത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഇവർ. വലിയ പ്രായവ്യത്യാസങ്ങൾ ഒരു പക്ഷേ പങ്കാളിയും ഇവരും തമ്മിലുണ്ടാവാം, അല്ലെങ്കിൽ ചിന്താധാരകൾ, ഒരാൾ കുട്ടിയെപ്പോലെയും
ഒരാൾ പ്രായമായ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് സ്വഭാവവും നിങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം യുതി അല്ലെങ്കിൽ കൺജങ്ഷൻ നോക്കാൻ. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ബുധൻ്റെ ക്യാരക്ടർ നിങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിൻ്റെയും ക്യാരക്ടർ പഠിക്കണം, അതേപോലെ തന്നെ യോഗം ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ക്യാരക്ടറും പഠിക്കണം. ഇവർ രണ്ടുപേരും തമ്മിൽ സ്വഭാവത്തിൽ എങ്ങനെയാണെന്ന് നോക്കണം. അത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. സൂര്യൻ്റെ ഈഗോ അല്ലെങ്കിൽ സൂര്യൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളായിരിക്കത്തില്ല ചന്ദ്രൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ പരസ്പരം ചേരാത്ത രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച്, ഇപ്പോൾ രവിയും ശനിയും കൂടി ഒരുമിച്ച് യോഗം വന്നാൽ എന്തായിരിക്കും ഫലം എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് പഠിച്ചാൽ നിങ്ങൾക്ക് യുതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വളരെ സ്നേഹത്തോടെ പറയുന്നതാണ്, അതായത് 5 ഡിഗ്രിക്കുള്ളിൽ ഇവർ വന്നാൽ, രണ്ട് പ്ലാനറ്റ്സും കൂടി ഒരുമിച്ച് 5 ഡിഗ്രിക്കുള്ളിൽ വന്നാൽ ഫലം ഉറപ്പാണ്. അതകലും തോറും ഇപ്പോൾ ഒരാളുടെ ഒരു പ്ലാനറ്റ് നിൽക്കുന്നത്, ഒരു ഗ്രഹം നിൽക്കുന്നത് 1ാമത്തെ ഡിഗ്രിയിലും രണ്ടാമത്തെ ഗ്രഹം നിൽക്കുന്നത് 29ാമത്തെ ഡിഗ്രിയിലുമാണെന്നുണ്ടെങ്കിൽ ആ ഫലം ഒന്നും കാണില്ല. അതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ ശനിയും വ്യാഴവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണുന്നിടം വരെ നമസ്കാരം.